മഴയും വെയിലും മാറി മാറി വരുന്ന കാലാവസ്ഥ ഇത് പൂപ്പൽ ബാധയ്ക്ക് വളരെ അനുഗുണമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ വറ്റലുകൾ, വറവലുകൾ, മാവ് പൊടികൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വലിയ കണ്ടെയ്നറുകളിൽ ചെറിയ അളവ് ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. കാര്യം ഓരോ തവണയും തുറന്നടയ്ക്കുമ്പോൾ ഈർപ്പമുള്ള വായു അതിനകത്ത് നിറയുകയും ഇതിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സാധനത്തിൽ പൂപ്പൽ ബാധ ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇതിൽ ഒക്കെ തന്നെ പ്രത്യേകം സ്പൂണുകൾ കഴുകി ഉണക്കി സൂക്ഷിക്കുക, അതിൽ തന്നെ സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ കഴുകിയ സ്പൂണുകൾ എത്ര തുടച്ചാലും ഈർപ്പം അതിലുണ്ടാവും. അതോടെ ഇതിലിട്ട് ഡിപ്പ് ചെയ്ത് കോരുമ്പോൾ ഇത്തരം പൂപ്പൽ ബാധയ്ക്ക് സാധ്യത ഉണ്ടാവും. സാധാരണയായി അഫ്ലോടോക്സിൻ എന്ന് പറയുന്ന ഒരു പൂപ്പൽ വിഷബാധ ഇത്തരം പൂപ്പൽ വന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഇത്തരം പൂപ്പൽ വിഷബാധ നമ്മുടെ ഉള്ളിൽ പോയാൽ നമ്മുടെ കരളിന് അത് ഒരുപാട് ദോഷകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആധുനിക കാലത്ത് അല്ലാതെ തന്നെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായ ചില അസുഖങ്ങൾ ഉള്ളവരിൽ പൂപ്പൽ ബാധ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ, നമ്മുടെ കരളിലും മറ്റ് വൈറ്റൽ ഓർഗാൻസിലുമൊക്കെ പൂപ്പലിൻ്റെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാവുകയും അത് ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കുകയും മരണകാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചെറിയൊരു ശ്രദ്ധ വഴി വലിയ വിപത്തുകളെ വില കൊടുത്ത് വാങ്ങാതിരിക്കാൻ നമുക്ക് കഴിയും. ഏവരും ശ്രദ്ധിക്കുമല്ലോ.